ആശാവർക്കർമാരുടെ സമരം ഒത്തുതീർപ്പാക്കണമെന്ന് CPI നേതാവ് C. ദിവാകരൻ. സമരത്തോട് സർക്കാർ മുഖം തിരിച്ചു നിൽക്കുമ്പോഴാണ് മുഖ്യമന്ത്രി ഇടപെട്ടാൽ 5 മിനിറ്റ് കൊണ്ട് സമരം തീരുമെന്ന നിലപാടുമായി CPIയുടെ മുതിർന്ന നേതാവ് രംഗത്തെത്തിയത്. വളരെ വേഗം അതിലിടപെട്ട് ഒത്തുതീർപ്പിലെത്തിക്കണമെന്ന് ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് എന്നുള്ള നിലയിൽ പിണറായി വിജയനോട് ഞാൻ ആവശ്യപ്പെടുകയാണ്. നമ്മുടെ ഗവൺമെന്റിന് ഒരു ചെറിയ വിമർശനം പോലും ഉണ്ടാകാൻ പാടില്ല എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നാൽ ഈ സമരം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നതും സ്ത്രീകളോട്, പ്രത്യേകിച്ച് ഒരു വനിതകളാണ്, അവരോട് ഒരു പ്രത്യേക താല്പര്യം കാണിക്കേണ്ടതാണ് ഇടതുപക്ഷ ഗവൺമെന്റ്. ആ അനുഭാവം പ്രകടിപ്പിച്ച് കാണുന്നില്ല. വരും ദിവസങ്ങളിലെങ്കിലും അവരുടെ സമരം ന്യായമായിട്ടുള്ള അവരുടെ അവകാശങ്ങൾ പരിശോധിച്ച് മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടാൽ 5 മിനിറ്റ് കൊണ്ട് ഈ സമരം തീരും. അതിന് അദ്ദേഹം സന്നദ്ധനാവണം ആണ് അതിനെക്കുറിച്ചുള്ളത്. PSCയെ പറ്റി ഞാനൊന്നും പറയുന്നില്ല. ഈ പബ്ലിക് സർവീസ് ശമ്പളം വൈകുന്നതിനെതിരെ സമരം ചെയ്ത ജീവനക്കാർക്കെതിരെ പ്രതികാര നടപടിയുമായി KSRTC. പണിമുടക്കിൽ പങ്കെടുത്ത ജീവനക്കാരുടെ ശമ്പള ബിൽ വൈകി എഴുതിയാൽ മതിയെന്നാണ് നിർദ്ദേശം. റെഗുലർ ശമ്പള ബില്ലിന്റെ കൂടെ എഴുതരുതെന്ന് മാനേജ്മെന്റ് ഉത്തരവിറക്കിയിട്ടുണ്ട്. നടപടിക്കെതിരെ TDF രംഗത്തെത്തി. ശമ്പള വിതരണം തുടർച്ചയായി വൈകുന്നതിൽ പ്രതിഷേധിച്ച് കഴിഞ്ഞ 4-ാം തീയതിയാണ് KSRTC ജീവനക്കാരുടെ സംഘടനയായ TDF പണിമുടക്കിയത്. ഈ സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെയാണ് മാനേജ്മെന്റിന്റെ വിചിത്ര നടപടി. പണിമുടക്കിന്റെ ഭാഗമായ ജീവനക്കാരുടെ ശമ്പള ബിൽ വൈകി എഴുതിയാൽ മതിയെന്നും റെഗുലർ ശമ്പള ബില്ലിന്റെ കൂടെ എഴുതരുതെന്നുമാണ് മാനേജ്മെന്റ് ഇറക്കിയ ഉത്തരവിലെ പരാമർശം. സമരത്തിൽ പങ്കെടുത്ത ജീവനക്കാരുടെ ശമ്പള ബില്ലുകൾ പ്രത്യേകമായി സ്പാർക്ക് സോഫ്റ്റ്വെയറിൽ അപ്ലോഡ് ചെയ്യണമെന്നാണ് KSRTC മാനേജ്മെന്റിന്റെ നിർദ്ദേശം. സമരത്തെ നേരിടാൻ സർക്കാർ നേരത്തെ ഡയസ്റ്റോൺ പ്രഖ്യാപിച്ചിരുന്നു. ഇതിനു പുറമെയാണ് 1 മാസത്തെ ശമ്പളം തന്നെ വൈകിപ്പിക്കാനുള്ള നീക്കവും സർക്കുലറിലൂടെ KSRTC നടത്തുന്നതെന്നാണ് ഉയരുന്ന ആരോപണം. ഇത്തരത്തിലുള്ള പ്രതികാര നടപടി കൊണ്ടൊന്നും ഇത് അവസാനിക്കാൻ പോകുന്നില്ല. കാരണം സമരം ചെയ്യാനും കേരളത്തിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ച് എല്ലാ മേഖലകളിലും സമരം ഉയർത്തിക്കൊണ്ടുവന്ന് സമരോത്സുകത വളർത്തിയെടുത്ത് ഡ്യൂട്ടി ആൻഡ് റെസ്പോൺസിബിലിറ്റിയെ കുറിച്ച് പറയാതെ റൈറ്റ്സിനെ കുറിച്ച്, അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞു വളർത്തിയെടുത്ത ഒരു തൊഴിലാളി സമൂഹത്തിന്റെ നേതാക്കന്മാർ ഗവൺമെന്റിലിരിക്കുമ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല, ഒരിക്കലും ഉണ്ടാകരുതായിരുന്നു. വ്യാപകരമായ പ്രവർത്തനങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ആ തൊഴിലാളികളുടെ തലയിലെ ഇതിന്റെ ലാഭവും നഷ്ടവും കെട്ടിവെക്കാനും അതിനുണ്ടായിട്ടുള്ള മിസ്മാനേജ്മെന്റ് ഉത്തരവാദിത്വം തൊഴിലാളികൾ ഏറ്റെടുക്കണമെന്ന് പറയാനും അതിന് വർഷങ്ങളായി ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങളെല്ലാം തൊഴിലാളികളുടെ കുറ്റം കൊണ്ടാണെന്ന് വരുത്താനും ഒക്കെയുള്ള ഒരു നീക്കം ഒരിക്കലും ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് കാലത്ത് ഉണ്ടാകാൻ പാടില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.